ഒക്കെ ഉള്ളതാണ്. കുറച്ച് പേടി തോന്നി. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? നൈസായിരുന്നു. ഹൊറർ എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ ആ ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നൈസായിരുന്നു. ഒരു പഴയ മുത്തശ്ശി കഥ പോലെയാണോ അതിന്റെ ഒരു സ്റ്റോറി പോകുന്നത്? അതെ അതെ. ആണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ് എല്ലാം? എങ്ങനെയാണ്? എല്ലാം ഗംഭീരമാണ്. ഗംഭീരമായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലതായിരുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണാൻ പറ്റി. ആദ്യം തൊട്ട് അവസാനം വരെ തീർന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമ്മളൊരു മുത്തശ്ശി കഥയൊക്കെ കണ്ടിരിക്കണ പോലെ തോന്നിയോ? ആണോ? അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ വളരെ ഒരു സീരിയസ് ആയിട്ട് കാണാനായിട്ട് പറ്റി. പേടിപ്പിക്കാനുള്ള രംഗങ്ങളൊക്കെ ഉണ്ടോ? ഒരു ചെറിയ ഞെട്ടൽ പിന്നെ ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ഇതുണ്ട്. എങ്ങനെയുണ്ട് കഥാപാത്രങ്ങളുടെ പ്രകടനങ്ങളൊക്കെ? നല്ലതായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചേച്ചിയും മറ്റേ നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരും നല്ലതായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ ആ ഒരു ഇമോഷനിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഹൊറർ എന്നൊക്കെ കേട്ടിട്ടാണ് വന്നത്. പക്ഷേ ഹൊറർ ഉള്ള രീതിയിലല്ല, അതിൻ്റെ ജോണർ പോകുന്നത് ഹൊറർ എന്നുള്ള രീതിയിലല്ല പോകുന്നത്. അതിൻ്റെ ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സോങ്സും കാര്യങ്ങളും ആണെങ്കിലും മ്യൂസിക്സ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ചെറിയ കുട്ടിയുണ്ട് അല്ലേ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് തുടക്കം തൊട്ടത് തീരുന്നത് വരെയുള്ള അതിൻ്റെ ഇമോഷൻ എന്താണോ, സങ്കടമാണെങ്കിലും ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അത് ഇറങ്ങിക്കഴിയുമ്പോഴാണെങ്കിൽ അത് നിങ്ങളിപ്പോൾ കാണുമ്പോൾ അതറിയാം, അത് എൻജോയ് ചെയ്യുന്നതാണെങ്കിലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പ്രഡിക്റ്റബിളായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ അത് അങ്ങനെയൊന്നുമല്ല. സോ എല്ലാവരും മിസ് ചെയ്യാതെ C5 തന്നെ മുത്തശ്ശി കാണണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഹൊറർ എലമെന്റ്സ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പേടിപ്പിക്കുന്ന രീതിയിൽ ഹൊറർ എലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പേടിപ്പിക്കും. അതായത് ആ BGM-ഉം അതിൻ്റെ കൂട്ടുള്ള ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് എന്താ തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് ശരിക്കും പറഞ്ഞ ആഗ്രഹം. കാരണം ഇതിപ്പോൾ ഇനി OTT-ൽ വന്ന OTT-ക്ക് വേണ്ടിയുള്ള സാധനമാണത്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല അടിയും മറ്റേ സൗണ്ടൊക്കെ എഫക്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. നല്ല പേടിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അത് അഭിനയിച്ച മുത്തശ്ശി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. കൊച്ച് ഇതിൽ അഭിനയിച്ചൊരു കൊച്ച് ആസിഫ് അലിയുടെ കൂടെ ഒരു വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്, സർക്കിട്ട് എന്ന് പറഞ്ഞാൽ. ആ കൊച്ചും നല്ലോണം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ.